ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ബോളിൻ്റെ ചെയിനാണ് കേട്ടോ കാണിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതായത് ഡംബൽസിൻ്റെ ബോളുകളുണ്ടല്ലോ, ആ ബോളുകളിൽ പല പാറ്റേൺ മാലകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു സെക്ഷൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഞാൻ ഡംബൽസും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി പാറ്റേൺസും കാണിക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ഇത് തന്നെ ഇത്തിരി നീളം കൂടി, അപ്പോൾ ലെങ്ത്ത് കൂടുന്തോറും നമുക്കത് കാണാനും ബുദ്ധിമുട്ട്, എനിക്ക് വോയിസ് ഓവർ തരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേശ്ശെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് മാലകൾ. ആദ്യം ഈ പറഞ്ഞ പോലെ ഫോട്ടോസാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് നോക്കിയിട്ട് ഇതിലേതാണ് വേണ്ടത്, ഇത് കൊള്ളാലോ, അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. അടുത്തതല്ല, ഇതിൽ തന്നെ വീഡിയോ സെക്ഷനിൽ. ഇതിപ്പോൾ ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മണിമാലകൾ, നമ്മുടെ പണ്ടത്തെ സാധാരണ പണ്ടൊക്കെ ഹിന്ദുസാണ്, നല്ല അമ്മാമ്മമാരാണ് ഇത് ഇടുക. 2 ലെയറിൻ്റെ മണിമാല. അതിപ്പോൾ നമുക്ക് 6 പിടി, 8 പിടി, 10 പിടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് വരിക. പിന്നെ നമ്മൾ കൊളുത്തിടുകയാണ് ചെയ്യുക, മറ്റേ ലോക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 2 പടിയായിട്ടാണ് വരിക കേട്ടോ. ആദ്യമൊക്കെ ഇടയിൽ പടിയുള്ളത് വന്നിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണിമാലയും ഉർവശിയുടെ വീതിയുള്ള മാലയും കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ. ഇത് മറ്റേ മണിമാലയുടെ തന്നെ 6 പിടി. ഇത് നമ്മളുടെ ലെയറിൻ്റെ മാല. ഇതൊക്കെ ഫോട്ടോസാണ്, വീഡിയോസ് വരുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം ഇട്ടാൽ മതി, കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ ഇടാനായിട്ടാണിത്. നമുക്ക് സാധാരണ ഉപയോഗിക്കാനായിട്ട് ഇത് പറ്റില്ല കേട്ടോ, അത് ഒത്തിരി ആർഭാടാണ്. അപ്പോൾ ഞാനത് എന്താ പറയുക, നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങളോട് പറയണേക്കാളും നല്ലതുള്ള കാര്യം ഉള്ളതുപോലെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കല്യാണങ്ങൾക്ക്, പിന്നെ നമ്മൾ ഇപ്പോൾ ഈ മറ്റേ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ, ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷം ഉപയോഗിക്കാം. ഡിമ്പിളൊക്കെ ഒരെണ്ണം ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വരെ സംഭവം കയ്യിലുണ്ടായിരുന്നു, ഇപ്പോഴും ബോക്സിലുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇത് കളർ പോകുമ്പോൾ നമുക്ക് പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം, ഓരോ പ്രാവശ്യവും വാങ്ങിക്കണ്ട. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഓരോ ക്ലാസിക്കൽ ഡാൻസുകൾക്ക് അതിൻ്റേതായ ടെമ്പിൾ സെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒക്കെ മാറി വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരം ഓർണമെൻറ്റ്സ്, മത്സരങ്ങൾക്കല്ല കേട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതൊക്കെ അതുപോലെയുള്ള മാലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിശദമായിട്ട് വീഡിയോസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 6 ലെയറുള്ള മാലയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും 2, 3, 4, 5, 6 ലെയർ വരെയുള്ള മണിമാലകൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ മുഖപ്പൂ പോലെ ഒരു സൈഡിൽ മാത്രം ലോക്കറ്റും കാര്യങ്ങളായിട്ടുള്ളതാണ്. ഈ ലോക്കറ്റിൻ്റെ തന്നെ നമുക്ക് കമ്മലുണ്ട്, അല്ലെങ്കിൽ കോറലും പേളായിട്ടുള്ള കമ്മൽ യൂസ് ചെയ്യാം. ഇത് മണിമാലയുടെ തന്നെ 10 പിടി 2 ലെയറായിട്ടുള്ളത്. അങ്ങനെ ഇത് ഈ പറഞ്ഞ ഇത് ഇങ്ങനെ കല്യാണങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാൻസിനൊക്കെയാണ് നല്ലത് കേട്ടോ. ഒറ്റ മാല ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളൂ. അതുപോലെ ഈ കല്യാണങ്ങൾക്ക് മാലകൾ ഫില്ല് ചെയ്യില്ലേ, അതിനും ആ മാല നല്ലതാണ്. ഇത് ഇത്തിരി എന്താ പറയുക, ഇത്തിരി ക്ലാസിക് ടൈപ്പാണ്. അതായത് നമ്മുടെ പേസ്റ്റൽ സ്റ്റോൺസൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസാണ്. ഇത് മണിമാല. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ പടിക്ക് പകരം ഇടയിൽ വിളക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുക. ഇത് അതിൻ്റെ 8 പിടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 6 പിടി, 8 പിടി, 10 പിടി, അങ്ങനെ 3 പാറ്റേണിൽ വരുന്നുണ്ട്. ഒരു ചെറിയ മണിയല്ല, അത്യാവശ്യം വലിപ്പമുള്ള മണിമാലയ്ക്ക് ഉണ്ടാവുന്ന ഒരു മീഡിയം സൈസ് മുത്തുണ്ടല്ലോ, ആ മുത്താണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണിമാലയുടെ ഇടയിൽ നമ്മുടെ ഉർവശി ചെയിൻ വെച്ചിട്ട് ഉള്ള നല്ലൊരു പാറ്റേൺ. ഇതുമൊക്കെ നമുക്ക് വേണമെങ്കിൽ താലി ഇടാം, അല്ലെങ്കിൽ നല്ലൊരു വലിയ ലോക്കറ്റ് ഇടാം. നല്ല അത്യാവശ്യം കനത്തിൽ തന്നെ കഴുത്തിക്ക് എടുക്കുന്ന താലിമാല പോലെ ഉപയോഗിക്കാവുന്ന ഒരു മാലയാണ് കേട്ടോ. അത് മണിമാലയാണോ എന്ന് ചോദിച്ചാൽ അതെ, എന്നാൽ ഉർവശി മാലയാണ്. അങ്ങനെയാണ് ആ മാലയുടെ പ്രത്യേകത. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ളൊരു മാലയാണ്. ഒരു സൈഡിൽ ലോക്കറ്റ്, ഇതിൻ്റെ തന്നെ കമ്മൽ വരുന്നുണ്ട്. കുറച്ച് ഡിസൈൻ വ്യത്യാസമുണ്ട്, എങ്കിലും ചെട്ടിനാട് ഡിസൈനിൽ കമ്മൽ വരുന്നുണ്ട്. ഇതിപ്പോൾ 3 ലെയർ. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഒരൊറ്റ മാല ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. നെക്ലസ് ആയിട്ടും വേണ്ട, ലോങ് ചെയിനായിട്ടും വേണ്ട, ഒന്നും വേണ്ട. ഭയങ്കര ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ അത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ഇറക്കത്തിലിടണമെന്ന് തോന്നിയാൽ ബാക്കിൽ ചെയിൻ വെച്ചിട്ട് നമുക്ക് ഇറക്കി ഇടാവുന്നതുള്ളൂ. കാരണം ഇതുമ്പോൾ തീരെ വട്ടക്കണ്ണി ഇടാണ്ടാണ് ഇത്രയും ഇറക്കമുള്ളത്. വട്ടക്കണ്ണി ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇറക്കത്തിൽ നമ്മൾ പറയില്ലേ, കുറച്ചും കൂടി ആഢ്യതയോടുകൂടി ഇടാമെന്ന് പറയില്ലേ, അങ്ങനെ. ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ്. സാരിയുടെ കൂടെ ഇടാം,
സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഉപയോഗിക്കാം, ചുരിദാറിൻ്റെ കൂടെയും യൂസ് ചെയ്യാം കേട്ടോ. 2 ലെയറായിട്ടുള്ള ഒരു സിമ്പിൾ മാല. കുറേ ഇറക്കമൊന്നുമില്ല, എന്നാൽ നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഇറക്കം വെച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് 8 പിടി ആക്കണമെങ്കിൽ ആക്കാം. ഇതിപ്പോൾ 6 പിടിയുടെ അത്രയേ ഉണ്ടാവുള്ളൂ, എന്നാലും 8 പിടിയാക്കി ഉപയോഗിക്കാം. ഇതിൻ്റെ ലോക്കറ്റും അതെ കാണാൻ നല്ല ഭംഗിയാണ്. പച്ചയും റൂബിയും പച്ചയും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ. കാണുമ്പോൾ മറ്റവരെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഐശ്വര്യമുള്ളൊരു മാല. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ 3 ലെയറിൻ്റെ 2 സ്ഥലത്ത് പടിയും ബോൾ ഫുൾ കല്ലാണ്. മുകളിൽ കാണുന്ന ബോളിൽ ഫുൾ മറ്റേ AD സ്റ്റോൺസാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. അത് ഒരുപോലെ കിടക്കും. മറ്റേത് നമ്മൾ ഒരു സൈഡിൽ കണ്ടതെന്ന് വെച്ചാൽ ഇത് 2 സൈഡിലും പടിയായിട്ട് നിറച്ച് സ്റ്റോൺസ് ആയിട്ടുള്ള ഒരു മാലയാണ്. ഇതും ഈ പറഞ്ഞ പോലെ നെക്ലസ് പോലെ വേണമെങ്കിൽ ഇടാം. നെക്ലസ് എന്ന് പറഞ്ഞാൽ കഴുത്ത് കയറ്റിയിട്ട് വേണമെങ്കിൽ ഇടാം, ഇറക്കിയിട്ട് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇതൊരു സിമ്പിൾ നെക്ലസ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്കിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇറക്കം, പക്ഷേ ഒരു പരിധിയിൽ വിട്ട് ഇറക്കം വന്നു കഴിഞ്ഞാൽ ഇത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8 പിടി വരെ ആവാം, അതിനേക്കാൾ കൂടുതൽ പറ്റില്ല. അപ്പോൾ അതും നല്ലൊരു മാലയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക, മറ്റേ കല്യാണങ്ങൾക്കൊക്കെ കഴുത്ത് നിറച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു 2 മാല, താഴത്തേക്ക് ഒരു താലിമാല ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അല്ല ഇതൊരെണ്ണം മാത്രം മതിയെങ്കിൽ ഇത്തിരി കയറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലൊരു നെക്ലസ് മാത്രം മതിയാവും. നല്ല ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ഇപ്പോൾ സ്വർണ്ണത്തിന് ഏറ്റവും വില കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊരു 3-4 മാലയൊക്കെ ഇടണം എന്നൊക്കെ കല്യാണ പെണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് അത്രയും എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരൊറ്റ മാല, അങ്ങനത്തെ ഒരു മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫോട്ടോസിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, എന്നാൽ അധികം വിലയുമില്ല. പിന്നീട് അത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ അതിൻ്റെ ഓരോ ഇഴകളും വേണമെങ്കിൽ എടുത്തിട്ട് നമുക്കത് ഓരോ മാലയാക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത് 5 പിടി, 5 ലെയർ, 5 ലെയറിൻ്റെ മാലയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ആവശ്യത്തിലുള്ള കല്യാണങ്ങൾക്ക് ഒറ്റ ഒരു മാല ഇട്ട് അതിൻ്റെ ഇതിപ്പോൾ കയറ്റിയിടുകയാണെങ്കിൽ കഴുത്തിൻ്റെ വശത്താണ് 2 പടി വരിക. അപ്പോൾ ഓൾറെഡി ഈ ബോള് നമ്മളുടെ ഫസ്റ്റ് ബോൾ വരുന്നത് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അവിടേക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഇടാം, അല്ല ഇറക്കിയിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ കല്യാണത്തിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഏത് ജാതി വേണമെങ്കിൽ ഇടാം, ക്രിസ്ത്യൻസിനിടാം, ഹിന്ദുസിനിടാം, മുസ്ലിംസിനിടാം, ആർക്ക് വേണമെങ്കിൽ ഇടാവുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് മറുപടി തരും. പിന്നീട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് മെസ്സേജ് ചെയ്താൽ മതി. ദയവ് ചെയ്ത് ആരും ഫോൺ ചെയ്യരുത്, നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ അത് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. എന്നാലും ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത്. കാരണം നമ്മൾ ഫോൺ സൈലൻറ്റിലാണ്. അപ്പോൾ കണ്ടിട്ട് എടുക്കാത്തതല്ല, നമ്മളത് ആ ഫോൺ നോക്കാറേ ഇല്ല, കോൾ അറ്റൻഡ് ചെയ്യില്ല. മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, അതിന് മറുപടി തരും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, കോറലും വൈറ്റും പിന്നെ റൂബിയുടെ ഇതുള്ള ഒരു മാലയാണ്. ഞാൻ കോറലിൻ്റെ കമ്മൽ കാണിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ട്. ഈ മാലയ്ക്കൊക്കെ മാച്ചാണ് ആ കമ്മൽ. അതായത് റൂബിയുടെ ഒരു സ്റ്റോണും ബാക്കിയൊക്കെ കോറലും വന്നിട്ടുള്ള കമ്മൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ മാല. നല്ല മാല. അത് പ്ലേറ്റ് ചെയ്ത് വന്ന വഴിക്കുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കരുത്. അത് ശരിക്കും നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് വേഗം ഇട്ടതാവും. ഇത് നമ്മുടെ മണിമാല 6 പിടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു കല്യാണത്തിനോ കല്യാണ പെണ്ണിനൊക്കെ കേട്ടോ. അല്ലാത്തവരും ഇടുന്നവരൊക്കെ ഉണ്ട്. നിറച്ച ആഭരണങ്ങൾ ഇടാൻ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ ഇടുന്നവരുണ്ട്, 2 ലെയറൊക്കെ ഇടുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ലതാണ്. സിമ്പിളായിട്ട് ഇടാനായിട്ടുള്ള ഒരു മാലയല്ല ഇത് കേട്ടോ. ഇത്തിരി ഹെവിയാണ്, സിമ്പിളല്ല. നമ്മൾ വളരെ സിമ്പിളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ സ്വതവേ എല്ലാവരും പറയും ആൻറ്റിയുടെ മാലകൾ കാണുന്ന പോലെയല്ല, കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ഭംഗിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ആഘോഷമായിട്ട് തോന്നുമ്പോൾ നിങ്ങളത് പറ്റിക്കണ പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പറയുന്നത്. ഇത് ഭയങ്കര റോയലായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, വളരെ എന്താ പറയുക, യുണീക്ക് പീസ് പോലെയാണത്. ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ പറയുക, ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.